ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ലഭിക്കുന്ന അതേ രുചിയിൽ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 700 ഗ്രാം ഓളം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊരു 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുതിർന്നിട്ട് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഇത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരുപാട് ചിക്കൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് മതി കേട്ടോ. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് അധികം വെള്ളം തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരിയിട്ട് കൊടുക്കാം. അരിയിലെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇനി അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ എടുത്ത് വെച്ച് അതെല്ലാം അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് അതേ എണ്ണയിലോട്ട് തന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലോട്ടൊരു 4-5 ബീൻസും കൂടെ അരിഞ്ഞതും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞതും 1 പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ടാക്കി കൊടുത്തിട്ട് ഇതിലോട്ട് 1-2 മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ റൈസും കൂടെ ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇപ്പോൾ ഇത് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ലഭിക്കുന്ന അതേ രുചിയിൽ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.